നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വാനോളം ഉയരുകയാണ്. ലോകശക്തികൾ പോലും ഉറ്റുനോക്കുന്ന തരത്തിലുള്ള വികസനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. വളച്ചുകെട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് വരാം. പ്രതിവർഷം 20 മുതൽ 25 വരെ വിക്ഷേപണങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഇസ്രോ. എങ്ങനെയാണ് ഒരു വർഷം 20 മുതൽ 25 വരെ പേടകങ്ങൾ ഇന്ത്യ വിക്ഷേപിക്കുന്നത്? പറഞ്ഞുതരാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO അല്ലെങ്കിൽ നമ്മുടെ ഇസ്രോ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് രണ്ടാമത്തെ സ്പേസ് പോർട്ട് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സ്പേസ് പോർട്ട് പ്രവർത്തനക്ഷമമായാൽ പ്രതിവർഷം 20 മുതൽ 25 വിക്ഷേപണങ്ങൾ വരെ നടത്താൻ നമുക്ക് സാധിക്കുമെന്നതാണ്. ഇനി എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. തൂത്തുക്കുടി ജില്ലയിൽ 2300 ഏക്കർ വിസ്തൃതിയുള്ള തീരദേശ പ്രദേശത്താണ് ഈ പദ്ധതി ഒരുക്കാൻ തയ്യാറെടുക്കുന്നത്. ഇവിടെ നിന്നും 500 കിലോഗ്രാം വരെ പേലോഡുകളുള്ള ചെറിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളെ, അതായത് SSLVകളെ വിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ്. ഇതൊക്കെ ഇനി എന്ന് നടക്കാനാണ് എന്ന് ചിന്തിച്ചോ? എങ്കിൽ അതിന്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 389.58 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ 985.96 കോടി രൂപ ഇനി അനുവദിച്ചതിന് ശേഷം 2026 ഡിസംബറിലോ അല്ലെങ്കിൽ 2026-27 സാമ്പത്തിക വർഷത്തിലോ ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാനും ആണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത്. 2024 ഫെബ്രുവരിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൽ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഒരു പ്രധാന നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയണം. ഇവിടുന്ന് നടക്കാൻ പോകുന്ന വിക്ഷേപണങ്ങളെല്ലാം പ്രധാനമായും ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥം ലക്ഷ്യം വെച്ചുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വാണിജ്യ, അക്കാദമിക, പ്രതിരോധ ദൗത്യങ്ങൾക്ക് ഇതിനെ അനുയോജ്യമാക്കുന്നു. ഈ സ്ഥലം ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ളതായതുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ നേരിട്ട് തെക്കോട്ട് വ്യോമപാതയിലേക്ക് കടന്നു കയറാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു സാധാരണ വിക്ഷേപണ കേന്ദ്രമൊന്നുമല്ല, അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണിത്. ഇവിടെ ലോഞ്ച് പാഡ്, റോക്കറ്റ് ഇന്റഗ്രേഷൻ യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഗ്രൗണ്ട് റേഞ്ച് സിസ്റ്റങ്ങൾ, ചെക്ക്ഔട്ട് സൗകര്യങ്ങൾ, ഓൺ ബോർഡ് കമ്പ്യൂട്ടറുകളുള്ള നൂതന മൊബൈൽ ലോഞ്ച് ഘടന എന്നിവയുൾപ്പെടെ ഏകദേശം 35 പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തുമെന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യം ഏതൊരു പുതിയ പദ്ധതി തുടങ്ങിയാലും അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യം കൈക്കൊള്ളുമെന്നതാണ്. ചെറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഘടകങ്ങൾ ISROയെയും സർക്കാർ ഇതര സ്ഥാപനങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിനുള്ള ലോഡ് കുറയ്ക്കുകയാണ് ഈ ഒരു ബഹിരാകാശ കേന്ദ്രം ചെയ്യുന്നത്. ഇത് പറയാൻ കാരണമുണ്ട്. എന്താണെന്നാൽ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ പ്രധാനമായും വലിയ PSLV, GSLV, ഗഗൻയാൻ പോലെയുള്ള മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീഹരിക്കോട്ടയിലെ തിരക്ക് കുറയ്ക്കുന്നതിലൂടെ കുലശേഖര പട്ടണം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിക്ഷേപണ വേഗത ഉയർത്തുമെന്നതിൽ സംശയമില്ല. എന്തായാലും സ്പേസ് പോർട്ട് വരുന്നതിലൂടെ തെക്കൻ തമിഴ്നാട്ടിൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വിധേയമായി 2027 അവസാനത്തോടെ സൈറ്റിൽ നിന്നുള്ള ആദ്യത്തെ SSLV വിക്ഷേപണം ISRO ലക്ഷ്യമിടുന്നതിനാൽ ഈ പദ്ധതി ഇന്ത്യയുടെ തദ്ദേശീയവൽക്കരണ നീക്കത്തെയും ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ അഭിലാഷങ്ങളെയും അടിവരയിട്ട് എടുത്തു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്.